സംസ്ഥാനത്ത് പകർച്ചപ്പനി പടർന്നു പിടിക്കുന്നു. ഡെങ്കിപ്പനിയും എലിപ്പനിയും ചിക്കൻ പോക്സും വ്യാപകം. സംസ്ഥാനത്ത് ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,013 പേരാണ്. മലപ്പുറത്താണ് പനി ബാധിതർ കൂടുതൽ, 2,337 പേർ. പാലക്കാടും കോഴിക്കോടും 1000-ന് മുകളിൽ പ്രതിദിന പനി ബാധിതരുണ്ട്. ഇന്നലെ 49 പേർക്ക് ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചു. 24 പ്രൈം ടൈം ബ്രേക്കിംഗ്. അലക്സ് റാം മുഹമ്മദ് ഇപ്പോൾ തിരുവനന്തപുരത്തും ചേരുന്നുണ്ട്. അലക്സ്, പകർച്ചപ്പനി കണക്കുകൾ എങ്ങനെയാണ് അലക്സ്? ഉന്മേഷ്, അങ്ങേറ്റം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. മഴക്കാലമാണ്. സംസ്ഥാനത്തെ പകർച്ചപ്പനി ഉൾപ്പെടെയുള്ള പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ഈ ആരോഗ്യവകുപ്പിൻ്റെ തന്നെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. ഇന്നലത്തെ സംസ്ഥാനത്തെ പകർച്ചവ്യാധികളുടെ കണക്കാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ പനി ബാധിച്ച് ചികിത്സ തേടിയവരുടെ എണ്ണം, അതായത് പകർച്ചപ്പനി, ഒപ്പം ഡെങ്കിപ്പനി, എലിപ്പനി, മുണ്ടിനീര് തുടങ്ങി പകർച്ചവ്യാധികൾ ഇങ്ങനെ പടർന്നു പിടിക്കുന്നു എന്നുള്ളതാണ് ഈ കണക്കുകൾ വ്യക്തമാകുന്നത്. സംസ്ഥാനത്ത് ഇന്നലെ മാത്രം പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,013 പേരാണ്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ പേർ കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ചികിത്സ തേടിയത്. 2,337 പേർ പനി ബാധിച്ച് ചികിത്സ തേടിയിട്ടുണ്ട്. പാലക്കാടും കോഴിക്കോടും 1000-ന് മുകളിൽ പ്രതിദിന പനി ബാധിതർ ഇന്നലെ ഉണ്ടായിട്ടുണ്ട്. ഇന്നലെ ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതാകട്ടെ 49 പേർക്കാണ് സംസ്ഥാന വ്യാപകമായി ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചത്. പാലക്കാട് 12 പേർക്ക്, തിരുവനന്തപുരത്ത് 8 പേർക്ക്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ 6 പേർക്ക് വീതവും, കണ്ണൂർ, പത്തനംതിട്ട ജില്ലകളിൽ 4 പേർക്ക് വീതവും ഡെങ്കിപ്പനി സ്ഥിരീകരിച്ചതായി ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ചികിത്സ തേടിയതിൽ തന്നെ 110 പേർക്ക് ഡെങ്കിപ്പനി സംശയിക്കുന്നതായും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നുണ്ട്. ചികിത്സ തേടിയതിൽ 23 പേർക്ക് എലിപ്പനിയും ഇന്നലെ സ്ഥിരീകരിച്ചു. തൃശ്ശൂരിൽ 6, തിരുവനന്തപുരത്ത് 5, കോട്ടയത്ത് 4, പത്തനംതിട്ട, എറണാകുളം ജില്ലകളിൽ 2 വീതം, കൊല്ലം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഓരോരുത്തർക്ക് വീതവുമാണ് എലിപ്പനി സ്ഥിരീകരിച്ചത്. ചികിത്സ തേടിയതിൽ 20 പേർക്ക് എലിപ്പനി സംശയിക്കുകയും ചെയ്യുന്നുണ്ട്. 81 പേർക്കാണ് ഇന്നലെ ചിക്കൻ പോക്സ് സ്ഥിരീകരിച്ചത്.